രാജ്യത്തെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ സമ്മാനം. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ സമഗ്രമായി പരിഷ്കരിക്കുന്ന 4 ലേബർ കോഡുകൾ സർക്കാർ പ്രഖ്യാപിച്ചു. നിലവിലെ 29 തൊഴിൽ നിയമങ്ങളെ യുക്തിസഹമായി പരിഷ്കരിച്ചുകൊണ്ടാണ് പുതിയ നീക്കം. കോഡ് ഓൺ വേജസ് 2019, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, ഓക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020 എന്നിവയാണ് നിലവിൽ വരിക. രാജ്യത്തെ തൊഴിൽ നിയമങ്ങളിൽ അധികവും സ്വാതന്ത്ര്യത്തിനു മുൻപ് 1930, 1950 കാലഘട്ടങ്ങളിൽ രൂപം നൽകിയവയാണ്. പുതിയ നിയമങ്ങൾ സാർവത്രിക സാമൂഹ്യ സുരക്ഷയ്ക്ക് ശക്തമായ അടിത്തറയും സുരക്ഷിതമായ തൊഴിൽ സാഹചര്യവും ഒരുക്കുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. യുവാക്കൾക്കും വനിതകൾക്കും ഭാവിയിലേക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കുന്നതാണ് പരിഷ്കാരങ്ങൾ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ തൊഴിൽ മേഖലയിൽ സമഗ്ര പരിവർത്തനമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ 4 നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി എന്തെല്ലാം മാറ്റങ്ങളാണ് രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്? നീലിമ, വിപ്ലവകരമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. രാജ്യത്ത് തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളുടെയും എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും യുവാക്കൾക്കും തൊഴിലാളികൾക്കുമെല്ലാം ഗുണകരമാകുന്ന രീതിയിൽ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ സമഗ്രമായ പരിഷ്കരണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യത്ത് തൊഴിൽ മേഖലയുമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വിവിധ മേഖലകളിലെ നിയമങ്ങൾ എന്നുള്ളത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപ് കൊളോണിയൽ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് രൂപം കൊണ്ടിട്ടുള്ള ചിട്ടപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളാണ് ഇന്നും പിന്തുടർന്നു പോകുന്നത്. അത് പൊളിച്ചെഴുതിക്കൊണ്ട് രാജ്യത്ത് പുതിയ 4 ലേബർ കോഡുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. അതായത് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ഈ നിയമങ്ങൾ ലളിതമാക്കിക്കൊണ്ടാണ് 4 ലേബർ കോഡുകൾ പ്രഖ്യാപിച്ചത്. അത് നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ വേജസ് കോഡ് 2019, കൂടാതെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, സോഷ്യൽ സെക്യൂരിറ്റി കോഡ് 2020, ഓക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്ക് കണ്ടീഷൻസ് കോഡ് 2020. ഇത്തരത്തിൽ ഈ നിയമങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ഈ പൊതു നിയമം കൊണ്ടുവരുന്നതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവിധ നിയമങ്ങൾ ഉണ്ടാകുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിച്ചേർത്തുകൊണ്ട് അത് ഒരു ഘടനയായി കൂട്ടിച്ചേർത്തുകൊണ്ട് ലളിതവും വ്യക്തവുമാക്കാൻ സാധിക്കുന്നു. അത് തൊഴിലാളികൾക്കും തൊഴിൽ ദാതാക്കൾക്കും ഒരുപോലെ ഗുണകരമാകുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ തൊഴിലാളികളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതാണ് ഈ പുതിയ ലേബർ കോഡുകൾ എന്നുള്ളത് കാര്യമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. തൊഴിൽ വിപണികൾക്ക് അനുയോജ്യമാകുന്ന രീതിയിലാണ് ഈ നിയമങ്ങളുടെ ചട്ടങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ അതിലെല്ലാം ഉപരി രാജ്യത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പുതിയ നിയമങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന രീതിയിൽ തൊഴിലാളികൾക്കും തൊഴിൽ ദാതാക്കൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന രീതിയിലാണ് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് അവ ഏകീകരിക്കുകയും അത് കൂടുതൽ ലളിതമാക്കുകയും ചെയ്തുകൊണ്ട് രാജ്യത്ത് 4 പുതിയ ലേബർ കോഡുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ജിഷ്ണു, വളരെ സിമ്പിളായി നമ്മൾ ഈ തൊഴിലാളികളുടെ ഒരു ഭാഗത്തു നിന്നും പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ കൃത്യമായ ഒരു സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് രാജ്യത്തെ സർക്കാർ. അതായത് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ 40 വയസ്സിന് മുകളിലുള്ള എല്ലാ ജീവനക്കാർക്കും ഓരോ വർഷവും പ്രതിവർഷം ഒരു ഹെൽത്ത് ചെക്കപ്പ് വേണം എന്നുള്ളതാണ് പുതിയ ലേബർ കോഡിൽ പറയുന്ന ഒരു കാര്യം. മാത്രവുമല്ല, മിനിമം വേതനം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഒരു അവകാശമായി തീർക്കുകയാണ് കേന്ദ്ര സർക്കാർ. അങ്ങനെ തൊഴിലാളികളുടെ രാജ്യത്തെ അസംഘടിത മേഖലയിൽ അടക്കം നോക്കുമ്പോൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് വലിയൊരു സുരക്ഷ അവർക്ക് ലഭിക്കുന്ന വിധത്തിലല്ലേ ഇപ്പോൾ ഈ കോഡുകൾ പുതിയതായി നിലവിൽ വന്നിരിക്കുന്നത്? തീർച്ചയായും തൊഴിലാളികളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതാണ് എന്നാണ് ഈ 4 പുതിയ തൊഴിൽ കോഡുകളുടെ ഏറ്റവും വലിയ പ്രാധാന്യമായി കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. നിലവിൽ ഉണ്ടായിരുന്ന 29 നിയമങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ തൊഴിലാളി സമൂഹത്തിൽ തന്നെ സംഘടിതമായി യൂണിയനുകൾ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുണ്ട്, അതല്ലാതെ അസംഘടിതരായിട്ടുള്ള ആളുകളുണ്ട്. രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളുടെയും
ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിന്, അവർക്ക് തൊഴിലിടങ്ങളിൽ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള വ്യവസ്ഥകൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ തൊഴിൽ നിയമങ്ങളുടെ ചട്ടങ്ങൾ. അതാണ് പ്രത്യേകം 4 നിയമങ്ങൾ. അത് പ്രത്യേകം വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഒന്ന്, തൊഴിലാളികളുടെ ക്ഷേമവും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് പ്രത്യേക വ്യവസ്ഥകൾ, അവരുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിലും വേതനം ഉറപ്പാക്കുന്നതിനും അവരുടെ തൊഴിൽ മേഖലയിൽ അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമെല്ലാം തന്നെ വ്യവസ്ഥകൾ വരുത്തിക്കൊണ്ട് തൊഴിലാളിക്കും അതേസമയം തൊഴിൽദാതാക്കളും, കാരണം തൊഴിലാളികൾക്ക് മാത്രമായി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണം എന്നത് എത്തുമ്പോൾ അത് തൊഴിൽ നൽകുന്ന അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് കൂടുതൽ ബർഡൻ അല്ലെങ്കിൽ കൂടുതൽ അതിൽ നിക്ഷേപം വരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അവർക്ക് അവരുടെ സംരംഭത്തിൽ നഷ്ടം വരുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കിക്കൊണ്ട് ഒരേ സമയം തൊഴിലാളികൾക്കും തൊഴിൽദാതാക്കൾക്കും ഗുണകരമാകുന്ന രീതിയിൽ തൊഴിലാളികളുടെ സംരക്ഷണവും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് അവരുടെ വേതനവും ഇൻഷുറൻസും ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിനും രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമാണ്. രാജ്യത്ത് കേരളത്തിൽ ഉൾപ്പെടെ നമുക്കറിയാം, ഒരു സംരംഭം തുടങ്ങുന്നതിനാണെങ്കിലും അത് മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും വലിയ രീതിയിലുള്ള നിയമ തടസ്സങ്ങൾ, അതിൻ്റെ നൂലാമാലയിൽപ്പെട്ട് ആ സംരംഭമേ ഒഴിവാക്കുന്ന, ചിലപ്പോൾ ആ ജീവിതം തന്നെ ആ ഒരു കാര്യത്തെ കൊണ്ട് അവസാനിപ്പിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ് രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം കണ്ടുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുന്ന രീതിയിൽ തൊഴിലാളികളുടെയും തൊഴിൽദാതാക്കളുടെയും സംരക്ഷണവും ഈ മേഖലയിലെ നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കുകയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ 4 ലേബർ കോഡുകൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപേ രാജ്യത്തുണ്ടായിരുന്ന പഴയ നിയമങ്ങൾ, പഴയ കാലത്തിൻ്റെ അല്ലെങ്കിൽ കൊളോണിയൽ നിറമുള്ള നിയമങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് ഭാരതത്തിൻ്റെതായ പുതിയ നിയമങ്ങൾ, അത് ഇപ്പോൾ CRPF ഈ പുതിയ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെടെ വലിയ മാറ്റം രാജ്യത്ത് കൊണ്ടുവരികയും അത് കൂടുതൽ സുഗമമാക്കുന്ന, രാജ്യത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിലാണെങ്കിലും ക്രമസമാധാന പാലനത്തിലുമെല്ലാം രാജ്യത്തെ പുതിയ നിയമ സംഹിത എത്രത്തോളം ഗുണകരം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതിന് സമാനമായി തൊഴിൽ മേഖലയിലും ഗുണകരമാകുന്ന തരത്തിലാണ് പുതിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ ജിഷ്ണു, രാജ്യത്ത് ഒരു പുതിയ തൊഴിൽ സംസ്കാരം ഉടലെടുക്കുകയാണ്. അതിനുള്ള വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ സമഗ്ര റിപ്പോർട്ട് നൽകിയത്.